ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആദ്യം ഒഴിക്കണത്. നെയ്യോ ഡാൽഡോ എന്ത് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇടുന്നത്. ഈ കുറച്ച് സവാള നമുക്ക് മൊരിയിച്ചെടുക്കാം. ബ്രൗൺ കളറിൽ മൊരിയിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇടാം, എന്നാലും വേഗം മൊരിഞ്ഞിട്ടിട്ടുള്ളൂ. ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമ്മളത് എടുക്കുന്നുണ്ട്. കുറച്ച് ഡാൽഡ എടുക്കുന്നുണ്ട്, 2 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് വെള്ളുള്ളി, തക്കാളി, ഇതെല്ലാം നന്നായി വഴറ്റും. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. കുറച്ച് 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 2 സ്പൂൺ ഇറച്ചി മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. അധികം മഞ്ഞൾപ്പൊടി ഇടില്ല, കുറച്ച് മഞ്ഞൾ. നന്നായി വഴറ്റും. അതിലേക്ക് നമ്മൾ പുതിന, മല്ലിയില, ജിഞ്ചർ, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ പാടെ അരച്ചിട്ടുള്ള എല്ലാ മസാലക്കൂട്ടുകളെല്ലാം കൂടെ അരച്ചിട്ടുള്ള ഇതിലിടുക. ആവശ്യത്തിന് ഉപ്പ്, നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഇറച്ചി അതിലേക്കിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് മൊരിഞ്ഞ ഉള്ളി ചേർത്തിട്ട് കൊടുക്കുക. അതിന് കൂടെ നമ്മൾ ഓൾറെഡി എല്ലാം ചേർത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ, എന്നാലും കൂടെ കുറച്ചുകൂടെ ടേസ്റ്റ് വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇരിക്കടാം, കുക്കറിലിട്ടിടാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അരി വെള്ളം കണക്കിൽ എടുക്കണത്. ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില അരിക്കിട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ഗ്രാമ്പ്, കുറച്ച് കസകസ്, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ മതി, അധികമൊന്നും വേണ്ട. കുറച്ച് തൈര്, ഒരു 2-3 സ്പൂൺ തൈര് മതി. 1 സ്പൂൺ നാരങ്ങ നീര്. കുറച്ച് മൊരിച്ച് വെച്ചാൽ ആ ഉള്ളി എടുത്ത് നമുക്കതിൽ കുറച്ച് ഒരു പൊടിക്കിട്ട് കൊടുക്കാം. ഇതിനെ അടച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഇറച്ചിയിലേക്ക് ഈ റൈസ് നമുക്ക് കൊട്ടിക്കൊടുക്കാം. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ആയ ഇറച്ചി ഇത് കൂടെ ഒന്ന് തട്ടിയെടുക്കുക, എല്ലാം കൂടെ ഒന്ന്. അപ്പോഴതിൻ്റെ സ്വാദ് വരും. ചില സമയത്ത് നമ്മളതിൻ്റെ ആ ചാറ് ഇറച്ചിയുടെ കുറച്ചൊക്കെ ഒരു ഇതുണ്ട്, ആ ഗ്രേവിയൊക്കെ ഇതിന് പിടിച്ചില്ലെങ്കിൽ സ്വാദ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നിങ്ങനെ തട്ടിയെടുക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യ് അതിലേക്ക് നന്നായി ഒഴിച്ചു കൊടുക്കുക. 2 സൈഡിലും നന്നായി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മല്ലിയില നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടിടാം. പിന്നെ കുറച്ച് മുന്തിരി, പിന്നെ വറുത്ത് വെച്ച സവാള എല്ലാം കൂടെ ഒന്ന് ഗാർണിഷ് മതി. ഇനി ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാം. കുറച്ച് മല്ലിയില മുകളിലേക്ക് തൂവി കൊടുക്കാം. കുറച്ച് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഉള്ളി, സവാള വറുത്ത് എല്ലാം കൂടെ നമുക്ക് ഗാർണിഷിങ്ങിന് ഇട്ട് കൊടുക്കാം.